മ്യാൻമാറുമായുള്ള സൗഹൃദം കൂട്ടുന്ന ഉത്സവം. വടക്കുകിഴക്കൻ ഇന്ത്യയും മ്യാൻമാറുമായുള്ള ബന്ധത്തെയും സാംസ്കാരിക കൈമാറ്റത്തെയും ശക്തിപ്പെടുത്താനുള്ള പാങ് സൗ പാസ് ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിൽ ആഘോഷിച്ചു. ചാംഗ്ലാങ് ജില്ലയിലെ നാങ്പോങ്ങിലാണ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. പാങ് സൗ പാസ് വിന്റർ ഫെസ്റ്റിവൽ 2007 മുതൽ എല്ലാ വർഷവും ജനുവരിയിലെ മൂന്നാമത്തെ ആഴ്ചയാണ് ആഘോഷിച്ചുവരുന്നത്. കോവിഡും മ്യാൻമാറിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും ഇടയ്ക്ക് ഫെസ്റ്റിവൽ നിർത്തിവയ്ക്കാൻ കാരണമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ഇന്ത്യയിലെ പ്രധാന അവശേഷിപ്പ് കൂടിയാണ് ഇവിടം. യുദ്ധത്തിന്റെ പരിസമാപ്തിയുടെ 80-ാം വാർഷികം കൂടിയാണ് ഇത്തവണ. ഇന്ത്യ-മ്യാൻമാർ അതിർത്തിയിലുള്ള പാങ് സൗ പാസ് പക്ടായി കുന്നുകൾക്ക് മുകളിൽ സ്റ്റീൽ വെൽ റോഡിന്റെ ഭാഗമായാണ് സ്ഥിതിചെയ്യുന്നത്. അസം സമതലത്തിൽ നിന്ന് മ്യാൻമാറിലേക്കുള്ള എളുപ്പവഴിയാണ് പാങ് സൗ പാസ്. 13-ാം നൂറ്റാണ്ടിൽ ഷാൻ ഗോത്രത്തിൽപ്പെടുന്ന അഹോമുകൾ ഇതുവഴിയാണ് അസമിലേക്ക് എത്തിയതെന്ന് കരുതുന്നു. ഇന്ത്യയെ വടക്കൻ ബർമയുമായി ബന്ധിപ്പിക്കുന്നതിന് ഇതിലൂടെ ഒരു റെയിൽ പാളം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമായില്ല. എന്നാൽ ലഡോ റോഡ് എന്നറിയപ്പെടുന്ന സ്റ്റീൽ വെൽ റോഡ് അവർ നിർമ്മിച്ചു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനെതിരെ പോരാടാൻ ചൈനയുമായി ബന്ധപ്പെടുകയായിരുന്നു ലക്ഷ്യം. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളും ബർമ, മ്യാൻമാർ യുദ്ധകേന്ദ്രങ്ങളായി സ്റ്റീൽ വെൽ റോഡിലെ ആദ്യ തടസ്സമായിരുന്നു. കുത്തനെയുള്ള ചരിവുകളും ചെളിയും നിറഞ്ഞ പാങ് സൗ പാസ് ഇക്കാരണത്താൽ ഇരു നരക ചുരം എന്നും അറിയപ്പെടുന്നു. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെ മ്യാൻമാറിലുള്ള ഗ്രാമമാണ് പാങ് സൗ. യുദ്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നാം പോങ്ങിന്റെ ജയ്റാംപൂർ സെമിത്തേരിക്ക് മുന്നിൽ വലിയൊരു യുദ്ധ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്.